അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്താനായി എത്തി. പ്ലീഡർ നിയമന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അലോഷ്യസിന് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാൻ, ഇപ്പോൾ അവിടെ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കെ.എസ്.യുവും മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ നേർക്കുനേറുണ്ടായ തർക്കങ്ങൾക്ക് പരിഹാരമെന്നവണ്ണം പാർട്ടി നേതൃത്വം നടത്തിയ ഇടപെടലിന് പിന്നാലെയാണ് കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത്. ഇപ്പോൾ അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, നോർത്ത് ബ്ലോക്കിലേക്ക് എത്തുകയാണ്. കെ.എസ്.യുവിന്റെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരൊക്കെ അലോഷ്യസ് സേവ്യറിനൊപ്പമുണ്ട്. 3:30-ക്കാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കെ.എസ്.യു എടുത്ത നിലപാട്, ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമോ? മുഖ്യമന്ത്രി അതിനോട് എന്ത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും തുടർന്ന് സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതാണ്ട് 45 മിനിറ്റ് വരെ സമയം ഒരുപക്ഷെ ഈ കെ.എസ്.യു നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അലോഷ്യസ് സേവ്യറിനൊപ്പം കെ.എസ്.യുവിന്റെ മറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പ്ലീഡർ ആയി തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ SFI നേതാവായിരുന്ന ജയോണ ജെയിംസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കെ.എസ്.യുവും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു നേർക്കുനേർ തർക്കത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അവിടെ പാർട്ടി നേതൃത്വം തന്നെ ഒടുവിൽ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ട് വഴിക്കാണ് എന്നൊരു സന്ദേശം പൊതുവിലുണ്ടാകാൻ ഇത്തരം തർക്കങ്ങൾ വഴിവെക്കും. അത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേറിയ UDF സർക്കാരിന് മുഴുവൻ ഒരു അപമതിപ്പുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കും എന്ന കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഒരു മഞ്ഞുരുക്കൽ നീക്കം KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ദിരാഭവനിൽ നടന്ന പരിപാടിയിൽ, ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലാണ് പ്രശ്നപരിഹാരത്തിന് വഴി തടഞ്ഞത്. പാർട്ടി നേതൃത്വം വിഷയത്തിൽ ഇടപെടുമെന്നും തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകുകയായിരുന്നു KPCC അധ്യക്ഷൻ. അതിന് പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി വിഷയം സംസാരിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമയം തേടുന്ന സാഹചര്യമുണ്ടായത്. ആ സമയം തേടിയ സാഹചര്യത്തിൽ ഇന്നോ നാളെയോ ഈ കൂടിക്കാഴ്ച നടക്കുമെന്ന ഉറപ്പായിരുന്നു. എന്തായാലും സമയം കൊടുത്തിരിക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ 3:30-ക്ക് അലോഷ്യസ് സേവ്യറിന് സമയം അനുവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അല്പസമയത്തിനകം കൂടിക്കാഴ്ച ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എന്ത് തരത്തിലായിരിക്കും ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കെ.എസ്.യു മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശങ്കകൾ, അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കെ.എസ്.യു നേതൃത്വം. അതേസമയം ഒരു വലിയൊരു മാറ്റം ആ എടുത്ത തീരുമാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഈ തർക്കം പരിഹരിക്കുന്നതിന് ഒരു അനുനയ നീക്കമായി ഇപ്പോഴത്തെ ഈ ചർച്ച മാറുമോ എന്നതാണ് അറിയാനുള്ളത്. അല്പസമയത്തിനകം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ.എസ്.യു ഭാരവാഹികൾ പുറത്തേക്ക് വരും. അപ്പോൾ അവർ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തും. ആ പ്രതികരണങ്ങളിൽ ഏത് തരത്തിലാകും ഒരു അനുനയത്തിന് വഴി തെളിയുക എന്ന കാര്യം വ്യക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ശരി, പ്ലീഡർ നിയമന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ്. 3:30-ക്കാണ് മുഖ്യമന്ത്രി സമയം അനുവദിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച ആരംഭിക്കും. ഡാൻ കുര്യനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.